ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ ഇസ്രയേൽ വ്യോമാക്രമണം. ബെയ്റൂട്ട്. ലെബനനിലെ ഹമാസ് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തി. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ 100ഓളം റോക്കറ്റ് ലോഞ്ചറുകളും 1000 റോക്കറ്റ് ലോഞ്ചർ ബാരലുകളും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. യുദ്ധത്തിന്റെ പുതിയ ഘട്ടം ആരംഭിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. അമേരിക്ക കൂടി സൈനിക വിന്യാസം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായി. പേജർ, വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ 52 വട്ടം ആക്രമിച്ചെന്ന് ലെബനൻ നാഷണൽ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അമ്മ യാത്രയായി, ഇനി ആ ചിരിയും വട്ടപ്പൊട്ടുമില്ല. കൊച്ചി. മലയാളത്തിന്റെ അമ്മ കവിയൂർ പൊന്നമ്മ യാത്രയായി, ഇനി ആ ചിരിയും വട്ടപ്പൊട്ടുമില്ല. 79ാമത്തെ വയസ്സിലാണ് വിയോഗം. കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് 5:30ഓടെയാണ് അന്ത്യം. 60 അഭിനയ സപര്യയിൽ 1000-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വടക്കൻ പറവൂർ കരുമാല്ലൂരിൽ ജ്യേഷ്ഠനും കുടുംബത്തിനുമൊപ്പമാണ് താമസിച്ചിരുന്നത്. പത്തനംതിട്ടയിലെ കവിയൂർ ടി.പി. ദാമോദരന്റെയും ഗൗരി അമ്മയുടെയും മകളായി. 1945 സെപ്റ്റംബർ 10-നാണ് പൊന്നമ്മ ജനിച്ചത്. 14ാമത്തെ വയസ്സിൽ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായി കലാരംഗത്തേക്ക് വന്നു. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തി. ആദ്യ സിനിമ 1962-ൽ ശ്രീരാമ പട്ടാഭിഷേകം. പിന്നീടങ്ങോട്ട് മലയാള സിനിമയിൽ സജീവ സാന്നിധ്യം. ത്രിവത്സര LLB 26 വരെ രജിസ്റ്റർ ചെയ്യാം. തിരുവനന്തപുരം. ത്രിവത്സര LLB കോഴ്സിൽ കേരളത്തിലെ 4 ഗവൺമെന്റ് ലോ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും 13 സ്വകാര്യ സ്വാശ്രയ ലോ കോളേജിലെ 50% സർക്കാർ സീറ്റുകളിലേക്കും പ്രവേശനത്തിനുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. സെപ്റ്റംബർ 26-ന് വൈകിട്ട് 3 മണിവരെ ഓൺലൈനായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. ഹെൽപ്പ് ലൈൻ നമ്പർ 04712525 മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം. ശക്തമായ സുരക്ഷാ സംവിധാനവും CCTV ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തി പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗികൾ ചാടിപ്പോകുന്നത് ഒഴിവാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇക്കാര്യം പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 6 വർഷത്തിനിടെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി പ്രവേശിച്ച 691 രോഗികളെ കാണാനില്ലെന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ടിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി. കഴിഞ്ഞ 6 വർഷത്തിനിടെ കാണാതായവരുടെ എണ്ണം 378 ആണെന്നും ഇതിൽ 291 പേരും തിരികെ വീട്ടിലെത്തിയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. ബാക്കി 87 പേരുടെ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. രോഗം പൂർണ്ണമായും ഭേദമാകാത്ത രോഗികൾ ആശുപത്രിയിൽ നിന്നും കടന്നുകളയുന്നത് ഒഴിവാക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. രോഗികൾക്കും പൊതുസമൂഹത്തിനും ഇത് ദോഷം ചെയ്യും. ശക്തമായ സുരക്ഷയുടെ അഭാവമാണ് രോഗികൾ പുറത്തു പോകാൻ കാരണമെന്നും ഉത്തരവിൽ പറഞ്ഞു. വൈജ്ഞാനിക സമൂഹത്തിന് തീരാനഷ്ടം. ഡോക്ടർ CI ഐസക്. വേലായുധൻ. പണിക്കശ്ശേരിയുടെ വിടവാങ്ങൽ കേരളത്തിന്റെ വൈജ്ഞാനിക സാംസ്കാരിക സമൂഹത്തിന് തീരാനഷ്ടമാണെന്ന് ചരിത്രകാരനും അധ്യാപകനും ICHR അംഗവുമായ ഡോക്ടർ CI ഐസക്. നിരവധി വിലപ്പെട്ട വൈജ്ഞാനിക രചനകളുടെ കർത്താവ് കൂടിയാണ് അദ്ദേഹം. അവയിൽ പ്രമുഖമായത് ഇബ്നു ബത്തൂത്ത കണ്ട കേരളം, 600 കൊല്ലം മുമ്പ്, 10,000 പഴഞ്ചൊല്ലുകൾ, കേരളോത്പത്തി, കേരള ചരിത്രം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രമുഖ ചരിത്രകാരന്മാർ എന്ന് അവകാശപ്പെടുന്നവർ ബോധപൂർവമായി ഒഴിവാക്കിയ കേരള ചരിത്രം.
അദ്ദേഹം പൊതു മനസ്സുകളിൽ എത്തിച്ചു. നാളിതുവരെ പ്രചാരത്തിലുണ്ടായിരുന്ന ചരിത്ര സംഭവങ്ങളെ തിരുത്തിക്കുറിച്ച വ്യക്തിപ്രഭാവം ആയിരുന്നു അദ്ദേഹം. ഒരു ലൈബ്രറിയൻ ആയിരുന്നു. ആ ജീവിതം സമൂഹത്തിന് വിജ്ഞാനത്തിന്റെ തീനാളങ്ങളെ പകർന്നു നൽകാനും അദ്ദേഹം ശ്രമിച്ചു. റിട്ടയർമെന്റിനു ശേഷമുള്ള ജീവിതം പൂർണ്ണമായി കേരള ചരിത്ര ഗവേഷണത്തിനായി നീക്കിവെച്ച വ്യക്തിപ്രഭാവമായിരുന്നു. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണമിക്കുന്നു. കേന്ദ്ര സർവീസിൽ ജിയോ സയന്റിസ്റ്റ് ആകാം. ഒഴിവുകൾ 85. കേന്ദ്ര സർവീസിലേക്ക് ജിയോ സയന്റിസ്റ്റുകളെ തെരഞ്ഞെടുക്കുന്നതിന് UPSC 2025 വർഷം നടത്തുന്ന കമ്പൈൻഡ് ജിയോ സയന്റിസ്റ്റിക് പരീക്ഷയ്ക്ക് ഓൺലൈനായി സെപ്റ്റംബർ 24 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം www.upsc.gov.in ലഭിക്കും. ഭാരത പൗരന്മാർക്കാണ് അവസരം. ഭാരതാധിപത്യം. ബംഗ്ലാദേശ് 149 റൺസിൽ പുറത്തായി. ഇന്നലെ വീണത് 17 വിക്കറ്റുകൾ. ചെന്നൈ. നമിക്കണം രവിചന്ദ്രൻ അശ്വിനെ. ചെപ്പോക്ക് പിച്ച് ഇപ്പോൾ ബൗളർമാർക്ക് വളരെ അനുകൂലമാണ്. അതിനുള്ള വലിയ തെളിവാണ് ഇന്നലെ ആകെ വീണ 17 വിക്കറ്റുകൾ. പിച്ചിനെ നന്നായി മനസ്സിലാക്കിയ അശ്വിൻ 113 റൺസ് എടുത്തും രവീന്ദ്ര ജഡേജയെ 86 കൂടെ നിർത്തി കളിപ്പിച്ച് ഒരു മികച്ച ബാറ്ററെ പോലെ ദൗത്യമേറ്റെടുത്തതിനുമാണ് ഭാരത ക്രിക്കറ്റ് ഈ സമയം അശ്വിനോട് കടപ്പെട്ടിരിക്കുന്നത്. ഈ കൂട്ടുകെട്ടിന്റെ കരുത്തിൽ ഭാരതം ആദ്യ ഇന്നിംഗ്സിൽ 376 റൺസ് എടുത്തു. ബംഗ്ലാദേശിന്റെ ഒന്നാം ഇന്നിംഗ്സ് 149 അവസാനിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ ഭാരതം 3-ന് 81 എന്ന നിലയിലാണ്. ഇന്നലെ രാവിലെ 1 മണിക്കൂറിനകം തലേന്നത്തെ 339 റൺസിനോട് വെറും 47 റൺസ് കൂട്ടിച്ചേർക്കുമ്പോൾ ഭാരതത്തിന്റെ ശേഷിച്ച 4 വിക്കറ്റുകൾ വീണു. ഉച്ചയാകുമ്പോഴേക്കും ബംഗ്ലാദേശിന്റെ ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുകയും ചെയ്തു. ഇന്നലത്തെ 3-ാം സെക്ഷൻ കൂടി കഴിയുമ്പോൾ ഭാരതത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലെ 3 വിക്കറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു. ഭാരതത്തിന് രണ്ടാം ഇന്നിംഗ്സിലും തുടക്കത്തിലെ തിരിച്ചടി നേരിട്ടു. തിരുവനന്തപുരം. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും സ്വന്തമായി വരുമാനം കണ്ടെത്തുവാൻ പൂർണ്ണ സജ്ജരാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. PM വിശ്വകർമ്മ പദ്ധതി നടപ്പിലാക്കിയതിന്റെ 1-ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ജനങ്ങൾക്കും സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനുള്ള മാർഗമാണ് PM വിശ്വകർമ്മ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമാക്കുന്നത്. PM വിശ്വകർമ്മ പദ്ധതിയിലേക്കായി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 13,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 20 ലക്ഷത്തിലധികം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ വ്യക്തികളും സ്വന്തമായി വരുമാനം കണ്ടെത്തുകയാണെങ്കിൽ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ രാജ്യത്തിന് അതിവേഗം മുന്നിലെത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. 3 സൈനികർക്ക് വീരമൃത്യു. ശ്രീനഗർ. കാശ്മീരിൽ BSF സംഘം സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 സൈനികർ വീരമൃത്യു വരിച്ചു. ബുദ്ഗാം ജില്ലയിലെ വാട്ടർഹെയർ മേഖലയിലാണ് അപകടം നടന്നത്. ശുചീകരണ തൊഴിലാളികൾക്ക് 10 ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസ് തുടങ്ങി. ഡോക്ടർ PP വാവ. തിരുവനന്തപുരം. ഇന്ത്യ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ഭാരതത്തിലെ എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കുമായി 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചതായി ദേശീയ സഫായി കരംചാരീസ് കമ്മീഷൻ അംഗം ഡോക്ടർ PP വാവ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ സഫാരി കരംചാരീസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ സഫാരി കരംചാരീസുകൾക്ക് വേണ്ടി 300-ൽ പരം സ്വയം തൊഴിൽ പരിശീലന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ സൗജന്യമായി നൽകുന്നുണ്ട്. ഡൽഹിയിലുള്ള സഫായി കരംചാരീസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി 50% തുക സബ്സിഡിയോടെ നൽകുന്നുമുണ്ട്. സഫാരി കരംചാരികളുടെ ആശ്രിതർക്കു വേണ്ടി 85 പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനൊന്നും ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റോ ഈടോ ആവശ്യമില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശമെന്നും ഡോക്ടർ PP വാവ പറഞ്ഞു.
തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. സ്റ്റേറ്റ് നോഡൽ ഓഫീസർ അഡ്വക്കേറ്റ് ഗോപി കൊച്ചുരാമൻ, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ചീഫ് മാനേജർ എം മുരുകേശൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ശ്രീനാരായണ ദർശനം ജീവിത വിശുദ്ധിയിലേക്കുള്ള മാർഗം. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി അനുഷ്ഠിക്കുമ്പോൾ ഗുരുദർശനം ഭക്തജനങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന പുണ്യമായ മാർഗമാണെന്നറിയണം. വാസ്തവത്തിൽ ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവോ വിപ്ലവകാരിയോ അല്ല. സത്യസാക്ഷാത്കാരം നേടിയ വിശ്വഗുരുവാണ്. ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, യേശുക്രിസ്തു തുടങ്ങിയ ജഗത് ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വഗുരുവാണ് ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ് എന്ന് പറയുന്നത് ആ വിശ്വജീവിതത്തെ ചുരുക്കി കാണുന്നതാണ്. ശുഭദിനം. നന്ദി.